സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വെക്കുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മുൻജന്മത്തിലെ പങ്കാളിയെ കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. നമ്മൾക്കറിയാം, നമ്മൾ നിരവധി ജന്മമെടുത്താണ് ഇപ്പോൾ ഈ ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾക്കൊരു ഭാര്യ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടാവും. അവർ തന്നെയാണോ നിലവിൽ നമ്മളുടെ ഭാര്യയായിട്ട് നിലവിലുള്ളത്, അല്ലെങ്കിൽ ഭർത്താവായിട്ട് നിലവിലുള്ളത്? അതല്ല, നമ്മളായിട്ട് പരിചയമുള്ള, അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന മറ്റേതെങ്കിലും വ്യക്തി നമ്മുടെ മുൻജന്മത്തിലുള്ള ഭാര്യയോ ഭർത്താവോ ആണോ എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയം. വളരെ ഗഹനമായ വിഷയമാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ മുൻജന്മത്തിൽ ആരായിരുന്നു നമ്മുടെ ഭാര്യ ഭർത്താവ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ നമ്മൾ യാത്രാവേളയിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനിലോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വേളയിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഒരാളെ കണ്ടുമുട്ടുന്നിരിക്കട്ടെ. നിരവധി ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. പക്ഷേ അങ്ങനെ കാണുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നു. പക്ഷേ ചില ആൾക്കാരെ കാണുമ്പോൾ, ഇയാളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, എവിടെയോ കണ്ടു മറന്നതുപോലെ, എനിക്ക് നല്ല പരിചയമുള്ള ആളാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. പക്ഷേ എവിടെയാണെന്ന് ഓർക്കാൻ കിട്ടുന്നില്ല. അത്രയേറെ ബന്ധുവിന് നല്ല പരിചയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവരും നമ്മളും മുൻ ജന്മത്തിൽ എന്തോ ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷനാണ് നമുക്ക് പെട്ടെന്ന് ആ മെമ്മറിയിലേക്ക് വന്നത്. കാരണം നമ്മുടെ ഓർമ്മയിലേക്ക് ആ പഴയ ബന്ധം ഉടലെടുക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പോലും നല്ല പരിചയമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അവരോട്. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കും അതേപോലെ തോന്നുന്നിരിക്കട്ടെ. അങ്ങനെ രണ്ടു പേർക്കും അതേപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇവർ മുൻജന്മത്തിൽ പരസ്പരം ആത്മബന്ധമുള്ള ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ ആണ് നമ്മൾ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ അവരായിട്ട് നമ്മൾ വീണ്ടും നമ്മളെ പഴയൊരു ബന്ധം, അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദ ബന്ധം ഉടലെടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെ സൗഹൃദ ബന്ധം ഉടലെടുത്തുവെങ്കിൽ പിന്നീട് നമ്മൾക്ക് അവരുടെ സാന്നിധ്യത്തിൽ നിന്ന് മാറിയിരിക്കാൻ നമുക്ക് തോന്നൂല. എന്തായിരിക്കും, അവരോട് എത്ര സംസാരിച്ചാലും നമുക്ക് തീരാൻ കഴിയാത്തത്ര പല പല വിഷയങ്ങളുണ്ടാവും. പക്ഷെ സമയം പോകുന്നത് അറിയില്ല, പെട്ടെന്ന് സമയം പോകും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ജന്മത്തിൽ നമ്മുടെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ നമുക്ക് വരേണ്ട ആളാണ്, അല്ലെ വന്നിട്ടുണ്ട് എന്നിരിക്കട്ടെ. അവരോടും നമ്മൾ ഇത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ആ സ്നേഹവലയത്തിനുള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ സമയം പോകുന്നില്ല എങ്കിൽ അവർ 100% കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കും. അത് ഉറപ്പാണ്. അപ്പോൾ ആ കഴിഞ്ഞ ജന്മത്തിലുള്ള ബന്ധമാണ് ഈ ജന്മത്തിൽ അവരത് പ്രകടമാക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും മറ്റൊരാളായിട്ട് നമുക്ക് അത്രയേറെ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ സങ്കടം എന്ന് പറയുന്നത് നമ്മൾക്ക് അവർ പറയാതെ തന്നെ അവരുടെ സങ്കടം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവരുടെ ദേഷ്യം നമുക്ക് അവരോട് കാണാതെ തന്നെ, അല്ലെങ്കിൽ അവർ നമ്മുടെ മുന്നിൽ പ്രകടമാക്കാതെ തന്നെ നമുക്ക് അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ 100% മുൻ ജന്മത്തിലെ പങ്കാളിയായിരിക്കാം. ഇതുപോലെ നമ്മളുടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർ തിരിച്ചറിഞ്ഞിട്ട് നമ്മളോട് സ്വാന്തനിപ്പിക്കാൻ വരുന്നിരിക്കട്ടെ. അവർക്ക് പെട്ടെന്ന് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. ഒരു കണ്ണാടിയിലുള്ള പ്രതിബിംബം പോലെ അവർക്ക് നമ്മളെ കണ്ട് അത് തിരിച്ചറിഞ്ഞ് നമ്മളെ സ്വാന്തനിപ്പിക്കാൻ അവർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് കഴിഞ്ഞ ജന്മത്തിലുള്ള ബന്ധം ഉള്ളതുകൊണ്ടാണ് അവർക്ക് നമ്മുടെ അരികിലേക്ക് വരാനും നമ്മളെ സമാധാനിപ്പിക്കുവാനും കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ഇടപഴകുകയാണെങ്കിൽ നമുക്ക് അവരോട് എത്ര സമയം അവരുടെ അരികത്തിരുന്നാലും നമുക്കത് ചെറിയ സമയമായിട്ട് തോന്നില്ല. അവരോടൊപ്പം പോകാനും അവരോടൊപ്പം സംസാരിക്കാനും നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തും.
കാരണം ആ മുൻജന്മത്തിലുള്ള ആ സൗഹൃദം അല്ലെങ്കിൽ ആ ബന്ധം അത്ര ദൃഢമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റാരൊക്കെ എതിർത്താൽ പോലും ചില കുടുംബത്തിലെ പെൺകുട്ടികളെ കാണുന്നില്ലേ, ചില പുരുഷന്മാരോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് ആൺകുട്ടികൾക്ക് അമിതമായിട്ടുള്ള സ്നേഹം കാണുന്നുണ്ടാവും. കാരണം ഈ സ്നേഹം തോന്നുന്നത് ആ മുൻജന്മത്തിലുള്ള ബന്ധമാണ്. ആ ബന്ധമാണ് അവരെ അങ്ങോട്ടൊക്കെ അടുക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ആ തീവ്രമായ സ്നേഹത്തെ ആ മുൻജന്മത്തിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അവരെത്ര സമയം ഫോൺ ചെയ്താലൊന്നും സമയം പോകുന്നതേ അറിയില്ല, എത്ര സമയം ചെയ്താലും. അപ്പോൾ ചില ആൾക്കാർ ഒരു ജാതകമൊക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവരെ വേർപെടുത്താൻ നോക്കുക, അല്ലെങ്കിൽ കുടുംബ ബന്ധം ശരിയില്ലെന്ന് തോന്നും. പക്ഷേ അവരെ വേർപെടുത്താൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല. കാരണം എന്താ, അവരത്രയേറെ മുൻജന്മത്തിൽ അത്രയേറെ ഇടപഴകി ജീവിച്ച ആത്മബന്ധത്തിലൂടെ ജീവിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നർത്ഥം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആത്മബന്ധമുള്ള ആൾക്കാർ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് അവരറിഞ്ഞ് ചെയ്തു തരും. നമുക്കിപ്പോൾ ഒരു ആഗ്രഹം തോന്നുകയാണ്, ആഗ്രഹം തോന്നുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരത് ചെയ്തിട്ടുണ്ടാവും നമ്മൾക്ക്. കാരണം വെച്ചാൽ അത് അവരുടെ ആത്മബന്ധത്തിൻ്റെ തീവ്രതയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ പിണങ്ങിക്കഴിഞ്ഞാലും അവരധിക നേരം പിണങ്ങി നിൽക്കില്ല, അവർ അത്രയും പെട്ടെന്ന് വീണ്ടും ഒന്നിച്ച് ചേരും. ആ പിണക്കം അവർ പെട്ടെന്ന് തീർക്കും, അധികം നിൽക്കില്ല. കാരണം മുൻ ജന്മത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായ ആളാണ്, ഈ ജന്മത്തിലും ഭാര്യ ഭർത്താക്കന്മാരായെങ്കിൽ പോലും അവർക്ക് എന്തായിരിക്കും സ്ഥിതി, കൂടുതൽ കാലം പിണങ്ങി നിൽക്കാൻ പറ്റില്ല. ഒരാൾ പിണങ്ങിയാൽ മറ്റൊരാൾ മുൻകൈ എടുത്തിട്ട് ആ പിണക്കം അവർ തീർക്കും. അല്ലാത്ത ബന്ധങ്ങളൊക്കെ ശിഥിലമാകുകയും ചെയ്യും. എങ്ങനെ ശിഥിലമാകുന്നു, ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആൾക്കാർ ഏറെ കാലം പിണങ്ങി നിൽക്കുകയും അവർ വീണ്ടും ഒന്നിച്ച് ചേരാൻ പറ്റാത്ത വിധത്തിൽ അകലുന്നത് ആ മുൻജന്മത്തിലുള്ള ആത്മബന്ധം ഈ ജന്മത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം മുൻജന്മത്തിൽ അവർ ആത്മബന്ധുക്കളല്ല. മുൻജന്മത്തിലുള്ള ഭാര്യയെയാണോ ഭർത്താവിനെയാണോ ഈ ജന്മത്തിൽ നമ്മൾ വിവാഹം കഴിച്ചതെങ്കിൽ അവരെ ഒരു ശക്തിക്കും പിരിക്കാൻ കഴിയില്ല, വേർതിരിക്കാൻ പറ്റില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത് ജാതകത്തിൻ്റെ ദോഷമാവട്ടെ, കുടുംബദോഷമാവട്ടെ, മറ്റുള്ളവർ തമ്മിലുള്ള പ്രശ്നമാവട്ടെ, ഇത് ഈ സമയത്തെല്ലാം അവർ ഒന്നിച്ച് നിൽക്കും. കാരണം എന്താ, അവർ ആ പഴയ ജന്മത്തിൽ അത്രയേറെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ ജന്മത്തിൽ അവർ ദൃഢമായിട്ട് നിൽക്കും എന്നുള്ളതാണ്. പഴയ ജന്മത്തിൽ ഭാര്യയും ഈ ജന്മത്തിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ജന്മത്തിൽ ഭാര്യയും ഭർത്താവായ ആൾക്കാർ ഈ ജന്മത്തിലും ഭാര്യയും ഭർത്താവായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഭാര്യ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിക്കണം, എനിക്കൊരു സാധനം വാങ്ങിക്കണം അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ ഭർത്താവ് ആ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഭർത്താവ് ആ കാര്യം നമ്മളോട് ഇങ്ങോട്ട് പറയുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ ഭാര്യ ഒരു പാട്ട് പാടുന്നു, ആ പാട്ട് പാടുമ്പോൾ തന്നെ ഭർത്താവ് അവിടെ നിന്ന് പാടുന്നുണ്ടെന്നിരിക്കട്ടെ, പാടാൻ വേണ്ടിയിട്ട് വിചാരിക്കും, മനസ്സിലേക്ക് ആ വരികൾ വരുമ്പോൾ തന്നെ ഭർത്താവ് അത് പാടുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കട്ടെ, ഇവർ 100% കഴിഞ്ഞ ജന്മത്തിലുള്ള ബന്ധം ഉള്ളതാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാർ തന്നെ ആയിരിക്കും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് അവരുടെ വികാരങ്ങൾ, അവരുടെ മാനസികമായ അവസ്ഥ, അവരുടെ ചിന്തകൾ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൃത്യമായിട്ട് ഇവർക്കറിയാം. അത് തന്നെയായിരിക്കും ഇവരുടെ മനസ്സിലുണ്ടാവുക. അല്ലെങ്കിൽ ഭർത്താവിൻ്റെതാണെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഭാര്യയ്ക്ക് അറിയുന്നതുകൊണ്ട് ഭാര്യ ആ ജന്മത്തിലുള്ള കാര്യങ്ങൾ അയവിറക്കുമ്പോൾ അത് അറിയാതെ തന്നെ ഭർത്താവിൽ നിന്നും വെളിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, നമ്മുടെ പങ്കാളി മുൻജന്മത്തിലുള്ളതാണോ എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ അവർ പറയുന്നത്? നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് അവർ നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയാൻ വേണ്ടി പോകുമ്പോൾ അവർ ആ കാര്യത്തിന് പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ അതിനോട് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനിത് പറയണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടോ? നിങ്ങൾ പാടുമ്പോൾ ആ പാടിൻ്റെ ഒപ്പം തന്നെ അവർ അപ്പുറത്തുനിന്ന് പാടുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അവരും ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെയാണെങ്കിൽ 100% അവർ മുൻജന്മത്തിലുള്ള പങ്കാളി തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരോ, കല്യാണം കഴിയുന്നത് വരെ അല്ലെങ്കിൽ ഇവരെ കണ്ടുമുട്ടുന്നത് വരെ, ഈ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഇവരുടെ ജീവിതം എങ്ങനെയൊക്കെയോ ആണെന്നിരിക്കട്ടെ, ശാശ്വതമായിട്ടൊരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതമാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ 2 പേരും കൂടിച്ചേരുമ്പോൾ അന്നു മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റം വരും. അവർ പ്രതീക്ഷിച്ച പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കണക്കൂട്ടിയതുപോലെയോ ആയിരിക്കില്ല അവരുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു വരാം. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഉന്നതിയിൽ, ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ തന്നെ അവർ ഉന്നതിയിലേക്ക് എത്തുന്നത് ഇവർ രണ്ടാളും ചേരുന്ന സമയം മുതൽ, അല്ലെങ്കിൽ ഇവർ കണ്ടുമുട്ടുമ്പോൾ തന്നെ അതിന് വ്യത്യാസം വരും.
അങ്ങനെ തീവ്രമായ സ്നേഹമായിരുന്നു മുൻ ജന്മത്തിലെങ്കിൽ ഈ ജന്മത്തിൽ ഇവർ വയസ്സിൻ്റെ അന്തരം പോലും നോക്കാതെ അവർ വീണ്ടും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവരൊന്നാകും, ഉറപ്പാണ്. കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവരുടെ വയസ്സിൻ്റെ ഇതൊന്നും അവർ പ്രശ്നമാകില്ല. കാരണം ഈ ചിലപ്പോൾ ചെറുക്കന് വയസ്സ് കുറവും പെണ്ണിന് വയസ്സ് കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ജന്മത്തിൽ വീണ്ടും അവർ ഒന്നിച്ച് കണ്ടുമുട്ടുന്ന അവസരത്തിൽ അവിടെ പ്രായം പോലും നോക്കാതെ ഈ പറയുന്ന ചെറുപ്പക്കാരൻ ചെറിയ വയസ്സേ ഉണ്ടാവില്ല, എന്നാലും തന്നെക്കാളും 5 or 10 വയസ്സുള്ള ആ സ്ത്രീയുടെ അരികിലേക്ക് പോവുകയും അവരായിട്ട് ആത്മബന്ധം നിലനിർത്തുകയും അവിടെ പ്രളയം തന്നെ വന്നു കഴിഞ്ഞാലും അവരവിടുന്ന് വിട്ടുപോകില്ല. കാരണം അവർ അത്ര കണ്ട അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അതിൽ കാരണം അവരുടെ മുൻജന്മത്തിലുള്ള ബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹശേഷം ചില ആൾക്കാർ നാശത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അതും ചിന്തിക്കണം. നാശത്തിലേക്ക് പോകുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ശത്രുവായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ ഇവർ വളരെ സ്പർദ്ധയുണ്ടാവാം. അവരെ മറ്റൊരാൾ മുഖാന്തരം വിവാഹത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇവർ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടെന്നിരിക്കട്ടെ, അവരെ കൂടിച്ചേരുന്നതോടുകൂടി ഇവരുടെ കുടുംബജീവിതം താറുമാറാവും, തകർത്ത തരിപ്പണമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ജാതകത്തിൽ നല്ല പൊരുത്തമുണ്ടാവും, പക്ഷെ എന്താ, മുൻജന്മത്തിലെ ഇവർ ശത്രുക്കളാണ്. ആ ശത്രുത തീവ്രമായിരുന്നു. ചിലപ്പം പരസ്പരം കൊല്ലുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. അതാണ് ഇവിടെ അവർക്ക് ശത്രുവായി ഭവിച്ച് അവരുടെ പങ്കാളിയായി വന്ന് അവരുടെ നാശം ഇവരിലൂടെ ഉണ്ടാവുക ചെയ്തത്. ഉയർച്ചയും ഉണ്ടാകും, നാശവും ഉണ്ടാകും. അപ്പോൾ ജീവിത പങ്കാളി തന്നെയായിരുന്നു എങ്കിൽ, ശ്രേഷ്ഠമായ ജീവിത പങ്കാളി ആയിരുന്നെങ്കിൽ അവർ വീണ്ടും ഒന്നിച്ച് ഇതാവും. ഇനി വേറൊരു കാര്യം, കല്യാണം കഴിഞ്ഞത് മറ്റുള്ളവരുടെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് മറ്റേ തരത്തിൽ കല്യാണം കഴിഞ്ഞതായിരിക്കാം. പക്ഷെ അവർ തമ്മിൽ മാനസികമായ അടുപ്പൊന്നുമില്ല. കാരണം എന്താ, അവർ മുൻജന്മത്തിലായതില്ല. പക്ഷെ പിന്നീട് ഈ ചെറുക്കനോ ഈ പെണ്ണിനോ മറ്റൊരാളോട് എന്തെന്നില്ലാത്തൊരടുപ്പം, സ്നേഹം, അവരാണ് എന്നെ സംരക്ഷിക്കുക, അല്ല അവരിലാണ് എനിക്ക് വിശ്വാസം എന്നൊരു തോന്നൽ അവർക്ക് വരികയും അതിലേക്ക് പോകുന്നതും അവരുടെ മുൻജന്മ വാസനയാണ്. അവരെ കാണുമ്പോഴാണ് അവർക്കറിയാതെ ആ സ്നേഹത്തിന് അങ്ങോട്ടൊക്കെ ഒഴുകിപ്പോവുക ചെയ്യുന്നത്, അറിയാതെ. അപ്പോൾ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇവരെല്ലാവരും മറക്കും. കാരണം എന്താ, ആ പഴയ ആ ബന്ധം അവരെ ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവിടെ ഭർത്താവിനോ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കാതെ അതിലേക്ക് പോകുന്നതും യഥാർത്ഥത്തിൽ ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ മുൻജന്മത്തിൽ ഉള്ള ആ ഭാര്യയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഭർത്താവാണ് നിങ്ങളോടൊപ്പം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ മാനസികമായി നല്ല പൊരുത്തമുണ്ടോ. ഇവിടെ ജാതകം പൊരുത്തമില്ലെങ്കിൽ പോലും മനപ്പൊരുത്തമുണ്ടാവണം എന്ന് പറയാറില്ലേ? എന്തുകൊണ്ടാണ്? അത് മുൻജന്മത്തിലെ ഇതാണ്. അവർ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേരുടെ ഇഷ്ടങ്ങളും ഏകദേശം ഒരേ സെയിം ആയിരിക്കും. കാരണം മുൻജന്മത്തിൽ അവർ കണ്ടറിഞ്ഞ് പരസ്പരം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭർത്താവിന് ചിലപ്പം ചിക്കൻ കറിയോട് താല്പര്യമുണ്ട്, ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഭർത്താവിന് വെച്ച് കൊടുത്ത് പരിചയമുള്ളത് കൊണ്ട്, ആ ഭർത്താവിന് അത് ഊട്ടിയത് കൊണ്ട് പരിചയമുള്ളത് കൊണ്ട് ഭാര്യയ്ക്ക് ആ കറി അവർക്ക് അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഈ ജന്മത്തിലുണ്ടാവും. കാരണം അവർക്ക് കൊടുക്കാനും പാകം ചെയ്യാനൊക്കെ അവരത് ശ്രമിക്കും. അപ്പോൾ ഇതുപോലെ ആ മുൻജന്മത്തിലുള്ള ആ സ്വഭാവത്തിൻ്റെ ഗുണം ഇവർ ഈ ജന്മത്തിൽ കാണിക്കുമ്പോൾ ഇവർക്ക് അതിനോടൊരു താല്പര്യം തോന്നുന്നു. അങ്ങനെയാണ് പലരും സ്വന്തം ഭാര്യയെയും മറ്റുള്ളവരെയും വിട്ട് പരസ്ത്രീയുടെ അടുത്തേക്ക് പോലും പോകാൻ കാരണം. പരസ്ത്രീ സുഖം എന്ന് വെച്ചാൽ ഈ ശാരീരിക ബന്ധം മാത്രം മോഹിച്ചിട്ടല്ല, അവിടെ പ്രായമോ മറ്റു സൗന്ദര്യമോ ഒന്നും നോക്കാതെ ആ സ്ത്രീയുടെ അരികിലേക്ക് തന്നെ പോകുന്നു. അതുപോലെ പുരുഷൻ്റെ അരികിൽ തന്നെ പോയി അവിടെ തന്നെ ശിഷ്ടകാലം കഴിഞ്ഞ് അവരെ പരിചരിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ, അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരാളാണെങ്കിൽ അവർ മുൻജന്മ അല്ലെങ്കിൽ ബന്ധമുള്ളവരാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ടാണ് അവരെ വീണ്ടും അവരെ തമ്മിൽ അടുപ്പിക്കുന്നത് എന്നർത്ഥം. ഈ ജന്മത്തിൽ നമ്മുടെ ഒന്നിച്ചുള്ളത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പഴയ ജന്മത്തിലുള്ള ഭാര്യയാണോ ഭർത്താവാണോ എന്ന് മനസ്സിലാക്കാനും ഇത് തന്നെ കഴിയും. നമ്മുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വഭാവം, അവർ നമ്മളിൽ നിന്നും വലിയൊരു കൃത്യമായി അകലം പാലിക്കുന്നവരാണെങ്കിൽ അവർ നമ്മുടെ മുൻജന്മത്തിലുള്ള ഭാര്യയോ ഭർത്താവോ ആയിരിക്കില്ല. അതോടൊപ്പം അവർ നമ്മളോട് എപ്പോൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു, നമ്മൾ അംഗീകരിക്കുന്നില്ല, നമുക്ക് വേണ്ടുന്ന സ്നേഹം തരുന്നില്ല, അതുപോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും പിണങ്ങി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ മുൻജന്മത്തിലുള്ള ഭാര്യമാരോ ഭർത്താക്കന്മാരോ അല്ല. എന്നാൽ ഈ ജന്മത്തിൽ കല്യാണം കഴിഞ്ഞ ശേഷം ഒരാൾ പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ വന്നിട്ട് നമ്മളവിടെ അവർ സ്നേഹത്തോട് പെരുമാറിയിട്ട് അത് പ്രശ്നം തീർക്കുന്നുണ്ട്. എന്തെങ്കിലും ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം കഴിഞ്ഞ് ക്ഷമാപണം നടത്തുന്നുണ്ട്. അവരുടെ വിഷമങ്ങളോ ദുഃഖങ്ങളോ അറിയുമ്പോൾ അവർക്ക് സാന്ത്വനമേക്ക് അവരുടെ അരികത്തിരിക്കുന്നുണ്ട്, അവരെ പരിചരിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനെയുണ്ടെങ്കിൽ അവർ 100% പഴയ ജന്മത്തിലുള്ള ആൾക്കാരായിരിക്കും.
എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾക്ക് നിരവധി ജന്മം എടുത്തിട്ടുണ്ട്. ഈ നിരവധി ജന്മത്തിൽ നമുക്ക് നിരവധി പങ്കാളിയായിട്ടുണ്ടാവാം. അപൂർവമായിരിക്കും നമുക്ക് അങ്ങനെ ഒത്തുവരത്ത്. അപ്പോൾ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയ പങ്കാളി ഈശ്വര നിശ്ചയമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. ആ ഈശ്വര നിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ജന്മത്തിൽ ഈ പങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈശ്വര നിശ്ചയം തടയാൻ നമുക്ക് ആർക്കും അധികാരമില്ല. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ കിട്ടിയതിൽ നമ്മൾ പൂർണ്ണ സംതൃപ്തി വാങ്ങണം, സംതൃപ്തിയോടെ ഉണ്ടാവണം. അല്ലാതെ മറ്റൊന്നിൻ്റെ പുറകിലേക്ക് പോകുന്നത് ഒരാളുടെ മാനസികമായി വിഷമം ഉണ്ടാക്കിയിട്ട് ഒരു കാരണവശാലും നമ്മൾ മറ്റൊരു ഇണയെ തേടി പോകരുത്. സ്ത്രീ ആയാലും പുരുഷനായാലും എനിക്ക് കിട്ടിയിരിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യ അത് ഈശ്വര നിശ്ചയമാണ്. അവളെ പരിചരിക്കുക, അവനെ പരിചരിക്കുക, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നിലൂടെ അവർക്ക് സന്തോഷമുണ്ടാകണമെന്ന ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ ജന്മത്തിൻ്റെ ആ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ജന്മത്തിൽ മറ്റു പലർക്കും ദുഃഖമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജന്മത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കഴിഞ്ഞ ജന്മത്തിന് പ്രാധാന്യം കൊടുക്കുകയേ ചെയ്യരുത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ വാടക വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കണം. ഒരു പോലീസുകാരനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസുകാരൻ്റെതായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആ നിയമങ്ങളും കാര്യങ്ങളും കൃത്യമായി പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ പോലീസുകാരനായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കരം പിടിച്ചിട്ടുള്ള ഒരു പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അവരെ സംരക്ഷിക്കാനും പരിചരിക്കുവാനുമാണ് ദൈവം നമ്മളെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിലെയോ അതിൻ്റെ മുൻപ് ജന്മത്തിലെ കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾക്ക് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വിധിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈശ്വര നിശ്ചയമാണ്. ഇതിനെ ഞാൻ സ്വർഗമാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട്. ഏതായാലും ഈ വിഷയമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.